തൈറോയിഡ് അസുഖങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്നെടുക്കണോ? ഇത് പൂർണ്ണമായിട്ട് മാറുമോ? തൈറോയിഡ് മുഴകളൊക്കെ സർജറി ചെയ്യേണ്ടി വരുമോ? തൈറോയിഡ് രോഗികൾ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുമോ? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്? വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ പല സംശയങ്ങളും പേഷ്യൻസ് ഒ പിയിൽ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. എല്ലാ തൈറോയിഡ് അസുഖത്തിനും നമുക്ക് ജീവിതകാലം മുഴുവൻ മരുന്നെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഒരുപാട് പേർക്ക് മരുന്ന് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ് ഒക്കെ വളരെയധികം കുറക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വന്ധ്യത പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് നമുക്ക് വന്ധ്യത ഒക്കെ കുറച്ച് കുട്ടികളാവാനുള്ള സിറ്റുവേഷൻ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളിൽ ആ ഒരു രീതിയിൽ നമുക്കതിന് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സിംറ്റംസ് ഒക്കെ നമുക്ക് ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരാറില്ല. നമുക്ക് മരുന്ന് നിർത്താനും പറ്റാറുണ്ട്. പലപ്പോഴും പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ തൈറോയിഡ് രോഗം എങ്ങനെയാണ് മനസ്സിലാക്കുക, തൈറോയിഡ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് തൈറോയിഡ് രോഗം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ രണ്ട് കണ്ടീഷനായിട്ടാണ് കൂടുതലും തൈറോയിഡ് രോഗം കണ്ടുവരാറുള്ളത്. ഒന്ന് ഹൈപ്പോ തൈറോയിഡ്സ് ആയിട്ടും അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആയിട്ടാണ് വരാറുള്ളത്. ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള T3, T4 ഹോർമോണുകൾ കുറയുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന TSH എന്ന ഹോർമോൺ ഇവിടെ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് TSH എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. തൈറോയിഡ് ഹോർമോണുകൾ T3, T4 ആണ് തൈറോയിഡ് ഹോർമോണുകൾ. ഇതിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് നമ്മുടെ തലച്ചോറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് TSH. അപ്പോൾ ഇതിലെന്തെങ്കിലും T3, T4 എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ TSHൽ വേരിയേഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ടാണ് TSH കൂടുതലാവുമ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിൽ T3, T4 കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് TSHൻ്റെ അളവ് കുറയാണ്, നോർമലിനേക്കാളും കുറവായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമെന്ന് നോക്കാം. ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ കൂടുതൽ ആളുകളിലും അമിതവണ്ണമാണ് ഉണ്ടാവുക. അമിതവണ്ണം കൂടുതലായിട്ട് വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം വരാറുണ്ട്. അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകൾ, സ്ത്രീകളിലാണെങ്കിൽ 2-3 മാസത്തേക്ക് ആർത്തവം വരില്ല, അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും, കൂടുതൽ വേദന ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ്. അതായത് നമുക്ക് ഉറക്കം മതിയാവാത്ത പോലെ, ഒരു ഉന്മേഷക്കുറവ്, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരിക. ഇങ്ങനെയുള്ള ക്ഷീണം പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് രോഗത്തിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിന് കൂടെ മുടികൊഴിച്ചിൽ വരാം, അത് ജോയിൻറ്റുകൾക്ക് വേദന അനുഭവപ്പെടാം, അതുപോലെ ശരീരത്തിൽ നീര് വരാം, അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിൽ ഇങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നതും ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിൽ കൂടുതൽ ആളുകളും ശരീരം മെലിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്ന കണ്ടീഷനാണ്. അപ്പോൾ മെറ്റബോളിസം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മലബന്ധത്തിന് പകരം വയറിളക്കം, നേരെ ഹൈപ്പോ തൈറോയിഡ്സത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡ്സത്തിൽ വരുന്നത്. അപ്പോൾ കൂടുതൽ വയറിളക്കമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആർത്തവത്തിൽ കൂടുതലായിട്ട് ഓവർ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക, കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്, അതല്ലെങ്കിൽ മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യമായിട്ട് മെൻസസ് ആവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് കാണാറുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൈപ്പോ തൈറോയിഡ്സിൽ പറഞ്ഞ പോലെ നല്ല ക്ഷീണം അനുഭവപ്പെടാം, അതുപോലെ കിതപ്പ് അനുഭവപ്പെടാം, കുറച്ചൊക്കെ നടക്കുമ്പോഴേക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്, അതുപോലെ മുടികൊഴിച്ചൽ അനുഭവപ്പെടാം, സ്കിന്നിൽ മാറ്റങ്ങൾ, ഡ്രൈനെസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കിത് തൈറോയിഡ് രോഗമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും മറ്റ് അസുഖങ്ങൾ കൊണ്ടും വരാം. അപ്പോൾ PCOD പോലെയുള്ള ഹോർമോൺ ഇഷ്യൂസ് ഉള്ള കണ്ടീഷൻസിലൊക്കെ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് രോഗം കൊണ്ടാണോ അല്ലെങ്കിൽ PCOD കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തൈറോയ്ഡ് രോഗത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് നല്ലത്. അതായത് TFT ടെസ്റ്റ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ T3 ഹോർമോൺ, T4 ഹോർമോൺ, TSH ഒക്കെ നോർമലാണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നത് നല്ലതാണ്. PCOD പോലെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. PCOD എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീകളിൽ വരുന്ന ഇന്ന് കോമൺ ആയിട്ട് കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വ്യായാമക്കുറവ് കാരണം അല്ലെങ്കിൽ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഹോർമോൺ ചേഞ്ചസുകൾ വന്നിട്ട് വരുന്ന ഒരു അസുഖമാണ് PCOD. PCOD എന്ന് പറയുന്നത് സ്ത്രീകളിൽ അണ്ടാശയത്തിൽ കുമിളകൾ നിറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ഈ PCOD ഉള്ള കണ്ടീഷൻസിലും ആർത്തവക്രമക്കേടുകൾ വരാം, തടി വണ്ണം വെക്കാം, മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം, കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളർ വരാം, അതുപോലെ തന്നെ മുഖത്തും മറ്റ് പല ഭാഗങ്ങളിലായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ തൈറോയിഡിൻ്റെ അതേ ലക്ഷണങ്ങൾ PCODയിലും കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് തൈറോയിഡ് ആണോ PCOD ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ വയറിൻ്റെ സ്കാനിങ് എടുത്ത് അബ്ഡോമിനൽ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അണ്ടാശയത്തിൽ കുമിള ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ PCOD ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമുക്ക് പുറമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. എന്നാൽ അത് തൈറോയിഡ് രോഗമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ എടുത്താൽ തൈറോയിഡ് രോഗം തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ മെഡിസിൻ എടുക്കാതെ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഒരുപാട് പേർക്ക് മെഡിസിൻ നിർത്തിയിട്ടുണ്ട്. ഇനി പലപ്പോഴും പേഷ്യൻസ് OPയിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് തൈറോയിഡ് രോഗികൾ ഒഴിവാക്കേണ്ടത്. ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് ഹോർമോൺ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഷുഗർ, അതുപോലെ തന്നെ പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. തൈറോയിഡും ഒരു ജീവിതശൈലി രോഗമാണ്. എന്നാൽ തൈറോയിഡ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ആക്കി കൊണ്ടുവരാൻ കഴിയില്ല. ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് തൈറോയിഡ് ഹോർമോണുകൾ നോർമലിൽ എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് കൂടെ തന്നെ ചികിത്സ എടുക്കണം. പല പേഷ്യൻസ് OPയിൽ ചോദിക്കാറുണ്ട് ഭക്ഷണം കൺട്രോൾ ആക്കിയാൽ പോരെ, മെഡിസിൻ എടുക്കണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഷുഗർ, അതുപോലെ പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബോർഡറിലൊക്കെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊക്കെ കൺട്രോളിലാക്കി കൊണ്ടുപോകാൻ പറ്റാറുണ്ട്, മെഡിസിൻ്റെ ആവശ്യം വരാറില്ല. എന്നാൽ തൈറോയിഡ് അങ്ങനെയല്ല. തൈറോയിഡ് രോഗത്തിന് നമുക്ക് T3 T4ൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ TSH ഹോർമോണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മെഡിസിൻ എടുക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് കൺട്രോൾ ആക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഫുഡ് കൺട്രോൾ ആക്കി മാത്രം നമുക്ക് തൈറോയിഡ് രോഗത്തെ ചികിത്സിക്കാൻ പറ്റില്ല. തൈറോയിഡ് രോഗികൾ ഒഴിവാക്കേണ്ട ഫുഡുകളാണ് ഈ ഗോയിട്രോജൻസ് എന്ന് പറയുന്നത്. അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, സോയാബീൻ, ഇതൊക്കെ കൂടുതൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഫുഡുകളാണ്. അപ്പോൾ അത്തരം ഫുഡുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മരച്ചീനി, അതായത് കപ്പ, പൂള എന്നൊക്കെ പറയുന്ന മരച്ചീനി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അത് തൈറോയിഡ് രോഗത്തിന് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, തൈറോയിഡ് രോഗികളാണെങ്കിൽ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഗോതമ്പ് കഴിക്കുന്ന ആളുകൾ, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് നമ്മൾ രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, തൈറോയിഡ് രോഗികൾ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് കൂടുതൽ ഗ്ലൂട്ടൻ അടങ്ങിയതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പാല്, സ്ഥിരമായിട്ട് പാല് കുടിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പാൽ ചായയോ ഒക്കെ കുടിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. ഡെയിലി ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ തൈറോയിഡ് രോഗികളിൽ ഇത്തരം ഫുഡുകൾ, ഈ പാലൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ തൈറോയിഡ് രോഗികൾ ഒഴിവാക്കേണ്ട ഫുഡുകളാണ് ഫാസ്റ്റ് ഫുഡ്, അതുപോലെ പ്രോസസ്ഡ് ഫുഡുകൾ, പാക്കേജ്ഡ് ഫുഡുകളൊക്കെ, ഈ ലൈസ്, അങ്ങനെ കൂടുതൽ ഉപ്പടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ, പാക്കേജ്ഡ് ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരം രാസവസ്തുക്കൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉപ്പും അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റനിങ്, പഞ്ചസാര, മധുരത്തിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരം ഫുഡുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൈറോയിഡ് രോഗമുള്ള ആളുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് പല പേഷ്യൻസ് OPയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത്. അത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. അതായത് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള മുട്ട, അതുപോലെ തന്നെ ചിക്കന്, അതുപോലെ തന്നെ റെഡ് മീറ്റുകളിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സെലിനിയം, സിങ്കും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെ നല്ലതാണ്. സെലിനിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഈ മത്തങ്ങ സീഡ്സുകൾ, അതുപോലെ തന്നെ സൺഫ്ലവർ വിത്തുകളൊക്കെ, അതുപോലെ നമ്മൾ നട്ട്സിലൊക്കെ ഒരുപാട് സിങ്കും അതുപോലെ തന്നെ സെലിനിയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ മീനുകളിലൊക്കെ, ചെറു മത്സ്യങ്ങളിലൊക്കെ ഒരുപാട് സിങ്കും അതുപോലെ സെലിനിയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് തൈറോയിഡ് രോഗികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അയോഡിൻ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ
പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ്. അപ്പോൾ അയോഡിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതും നല്ലതാണ്. നമുക്കറിയാം അയോഡിൻ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അയഡൈസ്ഡ് ഉപ്പുകളൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉപ്പൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നത് തൈറോയ്ഡ് രോഗികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ സീ ഫുഡുകൾ, നമ്മൾ കടൽ വിഭവങ്ങൾ, അതായത് കൂടുതലായിട്ടും ഈ പ്രോൺസ്, അതായത് ചെമ്മീൻ, കൂന്തൽ, അതുപോലെ തന്നെ കൊഞ്ച് പോലെയുള്ള ഫുഡുകളിലൊക്കെ കൂടുതലായിട്ടും അയഡിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫുഡുകൾ കഴിക്കുന്നതും തൈറോയ്ഡ് രോഗികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, നമുക്കറിയാം ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് പച്ചക്കറികളും അതുപോലെ പഴങ്ങളൊക്കെ. അപ്പോൾ പച്ചക്കറികളിൽ തന്നെ ഇലക്കറികളിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫുഡുകൾ, ഇലക്കറികൾ, അതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ് പോലെയുള്ള പച്ചക്കറികളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതും തൈറോയ്ഡ് രോഗികൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ പറഞ്ഞു, അതുപോലെ തന്നെ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് നമ്മൾ ചികിത്സയുടെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ഫുഡിലൂടെ മാത്രം കൺട്രോൾ ആക്കാൻ പറ്റുന്ന അസുഖമല്ല തൈറോയ്ഡ് രോഗം എന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ തന്നെ ചികിത്സ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ പേഷ്യൻസിൻ്റെയും ശാരീരികമായിട്ടുള്ളതും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മളിവിടെ രോഗനിർണയം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്, തൈറോയ്ഡ് രോഗം കൊണ്ടാണോ അതല്ലെങ്കിൽ PCOD പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മളിവിടെ മരുന്ന് നിർണ്ണയം നടത്തുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കാതെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഇനി തൈറോയ്ഡ് രോഗികളിൽ കാണുന്ന മറ്റൊരു അസുഖമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന മുഴകൾ. അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഈ മുഴകൾ നമുക്ക് സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ചെറിയ സൈസുകളൊക്കെ ആണെങ്കിൽ നമുക്കത് സർജറി ഇല്ലാതെ തന്നെ മരുന്നിലൂടെ തന്നെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റുന്ന അസുഖമാണ് തൈറോയ്ഡ് മുഴകൾ എന്ന് പറയുന്നത്. എന്നാൽ ചില കേസുകളിൽ ഈ മുഴകൾ ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുഴകളുള്ള ആളുകൾ അതിൽ FNSC ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ മുഴകളിൽ കുത്തിയെടുത്തിട്ടുള്ള ടെസ്റ്റ്, ഇത് ക്യാൻസർ ആണോ, ഇത് ബിനൈൻ ആണോ, മാലിഗ്നൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് ക്യാൻസർ ഒന്നും അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ചുരുങ്ങി പോവാറുണ്ട്. എന്നാൽ ക്യാൻസർ സ്റ്റേജ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ക്യാൻസർ സ്റ്റേജുകളുണ്ട്. പാപ്പിലറി ആവാം, ഫോളിക്കുലാർ കാർസിനോമ ആവാം, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. കൂടുതലായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് പാപ്പിലറി കാർസിനോമയാണ്. അതത്ര പേടിക്കേണ്ടതായിട്ടില്ല. നമുക്കത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല. എന്നാൽ ഫോളിക്കുലാർ കാർസിനോമ പോലെയുള്ള അസുഖങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും പിന്നീട് വരില്ല. അപ്പോൾ തൈറോയ്ഡ് മുഴയാണെങ്കിൽ നമുക്ക് ചികിത്സയിലൂടെ തന്നെ അത് സർജറി ഒന്നും ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.